നമ്മൾ കാണാറുള്ള സിനിമകളിലൊക്കെ കഥയെ തന്നെ അപ്പാടെ മാറ്റിക്കളയുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവും. അതായത് കഥയിലെ നായകൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു മൊമെൻറ്റ്. എന്നാൽ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ അത്തരത്തിലൊരു മൊമെൻറ്റ് ഉണ്ടായില്ലെങ്കിലോ? എല്ലാം ശരിയാവുന്ന ആ ഒരു സമയം വരാനായി നിങ്ങൾ കാത്തിരുന്നാലോ? എല്ലാ രീതിയിലും ജീവിതം ആസ്വദിക്കാൻ പറ്റുന്ന, ആഘോഷിക്കാൻ പറ്റുന്ന ആ മൊമെൻറ്റിനായിട്ട് നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നാലോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പോകുന്നില്ല. അങ്ങനൊരു സമയം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ജീവിതം കൈവിട്ട് പോവുകയും ചെയ്യും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സിനിമയിലെ പോലെ അങ്ങനെ ഒരു ടേണിംഗ് പോയിൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഹീറോ നിങ്ങൾ തന്നെയാണ്. ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഹീറോ എന്ന രീതിയിൽ നിങ്ങൾ പെരുമാറണമെന്ന് മാത്രം. എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടാകുമ്പോൾ, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് സമയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർന്നിട്ട് ഞാൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങും, പുതിയ കാര്യങ്ങൾ ശ്രമിക്കാൻ തുടങ്ങും എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു നിമിഷം ഭാവിയിലില്ല എന്നതാണ് സത്യം. ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാക്കിയ നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തികളൊക്കെ ഇല്ലേ, അവരിതുപോലെ നല്ലൊരു നിമിഷത്തിനായി കാത്തിരുന്നവരല്ല. അവരങ്ങ് തുടങ്ങി വെച്ചു. അവർ ഒരിക്കലും വലിയ നേട്ടങ്ങൾ നേടാനൊന്നും തയ്യാറായിരുന്നില്ല. അവരങ്ങ് തുടങ്ങി വെച്ചതുകൊണ്ട് തന്നെയാണ് അവരിവിടം വരെ എത്തി നിൽക്കുന്നത്. നിങ്ങളങ്ങനെ ഒരു നല്ല സമയത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഞാനതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്, അതിനായിട്ടുള്ള എനർജി സംഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. പക്ഷേ സത്യം അതല്ല. കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലാവുമോ, അതോ ഞാനിനി തോറ്റുപോകുമോ എന്നുള്ള പേടിയൊക്കെയാണ് നിങ്ങളതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കൊന്ന് ശ്രമിച്ചു നോക്കാനുള്ള യോഗ്യത പോലുമില്ല എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഒന്നും ചെയ്യാതെ കാത്തിരിക്കുക മാത്രം ചെയ്യുന്നത് തോൽവിയേക്കാൾ വലിയ നഷ്ടമാണ്. കാരണം നിങ്ങളൊരു പുതിയ കാര്യം ചെയ്യാൻ ശ്രമിച്ച് അതിൽ പരാജയപ്പെട്ടാൽ നിങ്ങൾ അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കും. പക്ഷെ ഒന്നും ചെയ്യാതിരുന്നാൽ നിങ്ങളൊന്നും നേടുന്നില്ല. വെറുതെ നമ്മളുടെ ജീവിതത്തിലെ വിലപ്പെട്ട ഒരുപാട് സമയം നഷ്ടമായി പോകും. പക്ഷേ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുക വളരെ എളുപ്പമാണ്. നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും അതിൽ നിന്ന് തുടങ്ങുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ബോഡി ഫിറ്റ് ആക്കണമെങ്കിൽ ആദ്യം പുഷപ്പിയും തുടങ്ങാം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ എക്സർസൈസുകളെയും തുടങ്ങാം. അതേപോലെ നിങ്ങൾക്കൊരു കണ്ടൻറ് ക്രിയേറ്റർ ആവണം. എന്തെങ്കിലും എന്താ ചെയ്യേണ്ടത്? ഒരു ക്യാമറ എടുക്കുക, ഒരു വീഡിയോ എടുക്കുക, ജസ്റ്റ് പോസ്റ്റ് ചെയ്യുക. അതിൻ്റെ ക്വാളിറ്റിയോ മറ്റു കാര്യങ്ങളോ ആദ്യം നോക്കാതിരിക്കുക. പോസ്റ്റ് ചെയ്യുക എന്നതാണ് പ്രധാനം. അതല്ല, നിങ്ങൾ ജീവിതത്തിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, ജീവിതം കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം സിമ്പിളായിട്ടുള്ള ഒരു ആക്ഷൻ ചെയ്യാൻ തുടങ്ങാം. അതായത് ഒരു 5 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആദ്യം നമ്മുടെ മുറി വൃത്തിയാക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക് വൃത്തിയാക്കിയിടാം. നമ്മളെല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്നതിലല്ല കാര്യം. നമ്മൾ തുടങ്ങി വെക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമേ നിങ്ങളിപ്പോൾ പെട്ടിരിക്കുന്ന ഈ ട്രാപ്പിൽ നിന്ന് നിങ്ങളെ പുറത്ത് കടത്താൻ സഹായിക്കുള്ളൂ. ജീവിതം തങ്ങളുടെ ഇഷ്ടത്തിന് ആസ്വദിക്കുന്നവരുമുണ്ട്. ജീവിതം തള്ളി നീക്കാൻ, അതായത് ഓരോ ദിവസം കടത്തിവിടാൻ വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുക എന്നത് ലക്കോ ടാലൻറ്റോ ഒന്നുമല്ല. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നത് നിങ്ങൾ ആ പെർഫെക്റ്റ് മൊമെൻറ്റിനായിട്ട് കാത്തിരിക്കുന്നത് മതിയാക്കുമ്പോഴാണ്.